ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഹൈദരാബാദിൽ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് പോകുന്നത് ലോകത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ഫിലിം സിറ്റിയായ രാമോജി ഫിലിം സിറ്റിയിലേക്കാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിരുന്നില്ല. അപ്പോൾ നമുക്ക് അവർ ബൊഫയാണ് കേട്ടോ പാക്കേജായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പോഹയും ഇഡ്ഡലിയും പൂരിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇഡ്ഡലിയൊക്കെ നല്ല പുളി ആയതുകൊണ്ട് ഞാൻ ബ്രെഡാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും നമ്മൾ ഡ്രൈവർ പുറത്ത് വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ പുള്ളി വന്നു നമ്മളെ നേരെ ഫിലിം സിറ്റിക്ക് കൊണ്ടുപോകാൻ കേട്ടോ ചെയ്തത്. ടിക്കറ്റൊക്കെ നമ്മൾ ഓൺലൈൻ എടുത്തുകൊണ്ട് എൻട്രൻസിലേക്ക് പോകാനൊക്കെ നല്ല എളുപ്പമായിരുന്നു. ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എൻട്രൻസിൽ നിന്ന് ബസ്സിനാണ് നമ്മൾ ഇവർ ഫിലിം സിറ്റിയിലേക്ക് കൊണ്ടുപോകണത് കേട്ടോ. അത്യാവശ്യം നല്ല ദൂരമുണ്ട് അവിടെ നിന്ന്. ഈ ഫിലിം സിറ്റി എന്ന് പറയുന്നത് 1666 ഏക്കർ ഉണ്ട് കേട്ടോ. ഇത് ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീർക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നൊരു ആഴ്ചയെങ്കിലും വേണം ഇത് ശരിക്കും ഒന്ന് കണ്ടു തീർക്കണം എന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. 9:30ക്കാണ് അവരുടെ ഓപ്പണിംഗ് സെറിമണി വരുന്നത് കേട്ടോ. അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു വലിയൊരു കവാടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ക്യാമറയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയില്ല എന്തിനാണ് ഇവർ ക്യാമറ പിടിച്ച് നിൽക്കണമെന്ന് ആദ്യം മനസ്സിലായില്ല. പിന്നെയാണ് മനസ്സിലായത് ഒരു വെൽക്കം ഡാൻസ് ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അങ്ങനെ വെൽക്കം ഡാൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് രാമോജി മൂവി മാജിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷനിലേക്കായിരുന്നു കേട്ടോ. അവിടേക്ക് അങ്ങനെ നടന്ന് അങ്ങനെ കയറി പോകണം. അപ്പോൾ ഫസ്റ്റ് പോയത് നമ്മൾ ഫിലിം ദുനിയ എന്ന് പറഞ്ഞൊരു സെക്ഷനാണ്. ഫിലിം ദുനിയ എന്ന് പറയുന്നത് ഒരു ഡാർക്ക് റൈഡ്, അതായത് ഒരു കേവിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളൊരു വണ്ടിയിലിരുത്തി അവർ കൊണ്ടുപോകും. അതിൻ്റെ ചുറ്റിലായിട്ട് കുറേ തീം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് വെച്ചാൽ ഒരേ ഡമ്മി, ആ ഡമ്മിക്കൊക്കെ മൂവ്മെൻറ്റ് കൊടുത്തിട്ട് പല പല തീമുകളായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ആ ഒരു ഡാർക്ക് വ്യൂവിൽ ഇങ്ങനെ കളറൊക്കെ കൊടുത്തിട്ട് നമ്മളിത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി പുറത്ത് സ്നാക്സും കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഉള്ള ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് സ്നാക്സും മാംഗോ ലസ്സിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ലൈറ്റ് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോ ആയിരുന്നു. ഇതൊക്കെ എന്ന് പറയുന്ന ഒരു ഫിലിമിൻ്റെ പിന്നിലുള്ള എഫേർട്ട് കാണിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത ബസ്സിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. ഇനി അടുത്ത സെക്ഷനിലേക്കാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ ബസ് കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബസ് എന്ന് പറയുന്നത് ഓപ്പൺ ബസ്സാണ് കേട്ടോ. അപ്പുറം നമുക്ക് എന്തൊക്കെ വ്യൂ ഉണ്ടോ, ഏതൊക്കെ ഫിലിമിൻ്റെ സെറ്റുകൾ ഇട്ടിട്ടുണ്ടോ, അതൊക്കെ നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും ഈ ബസ്സിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിന് പോണ വഴിക്ക് നമ്മൾ ജയിലൊക്കെ കണ്ടായിരുന്നു. അപ്പോഴാണ് പറയുന്നത് ഓരോ ഫിലിമിന് വേണ്ടി ഇടുന്ന സെറ്റുകളാണ്. അതവർ പൊളിച്ചുകൊണ്ട് പോകാതെ ആ സെറ്റുകൾ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കാണുമ്പോൾ അങ്ങനെ ശരിക്കും തോന്നും ഓരോ ഫിലിമിൻ്റെ പിന്നിൽ എത്രയും ഇങ്ങനെ പണിയെടുക്കുന്നുണ്ടെന്നുള്ളതൊക്കെ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ ഈ സെക്ഷൻ എന്ന് പറയുന്നത് ഭാഗവത സെക്ഷൻ എന്നാണ് കേട്ടോ ഇതിന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു പാലസും അവിടുത്തെ രാജാക്കന്മാരും രാജ്ഞിമാരും ഒക്കെ ഉള്ളൊരു ഡെമോ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ശരിക്കും യൂസ് ചെയ്യുന്നത് ഓരോ ഫിലിമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത പാലസാണിത്. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ മോസ്റ്റ് വെയിറ്റിംഗ് ആയിട്ടുള്ള ബാഹുബലിയുടെ ഫിലിം സെറ്റാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് എത്രയോ ഏക്കറിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ചെന്ന് കണ്ടപ്പോൾ ശരിക്കും നമുക്ക് ഭയങ്കര അതിശയമായിരുന്നു കേട്ടോ. ഇത്രയും എനിക്കറിയില്ല, അത് നമുക്ക് അവിടെ ചെന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഇത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു സെറ്റ് ഇട്ടിരിക്കുന്നത് ശരിക്കും തോന്നിപ്പോവും. ഇത് ഓരോന്ന് കാണുമ്പോൾ നമുക്ക് ഫിലിമിൽ ഒരേ കണ്ട വ്യൂ ഇങ്ങനെ മനസ്സിലേക്ക് വരുമായിരുന്നു കേട്ടോ. ഓരോ സീനുകൾ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ബാഹുബലിയുടെ സെറ്റ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ബാഹുബലി ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്. ഒരു വലിയ പ്ലേറ്റിൽ നിറയെ ബിരിയാണി ആയിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പോണ വഴിക്കൊക്കെ ഒരു സ്റ്റോറുകളുണ്ട്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഓരോ ചെറിയ സംഭവങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത സെക്ഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇത് നമ്മുടെ ഉദയനാണ് താരത്തിൻ്റെ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു എനിക്ക്. കാരണം നമ്മുടെ മലയാളം സിനിമയുടെ ഒരു സെറ്റ് കൂടെയാണല്ലോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എയർപോർട്ട് സെക്ഷനിലേക്കാണ്, അതായത് എയർപോർട്ടിൻ്റെ ഒരു സെറ്റും പിന്നെ പ്ലെയിനിൻ്റെ ഉള്ളിലെ വ്യൂവും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു സംഭവം.
അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇത് ജപ്പാനീസ് ഗാർഡൻ ആണ് കേട്ടോ. ഈ ജപ്പാനീസ് ഗാർഡനിൽ ഒരു വാട്ടർഫോൾസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ഗാർഡൻ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിള്ളേരൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഹവാ മഹൽ ഉണ്ട് കേട്ടോ. ഈ മഹലിൻ്റെ ഉള്ളിൽ കുറച്ച് താമസം. സെക്കൻഡ് ഡാൻസ് വന്നിട്ട് അവിടെ വന്നിരിക്കുന്ന ഒരു ടീം, എനിക്ക് തോന്നുന്നു ഒരു ലേഡീസ് ട്രിപ്പാണെന്ന് തോന്നുന്നു. അവർ നല്ലപോലെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരപ്പം അവിടെ കളിച്ച ഡാൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തെന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ പോയത് ഒരു ബേഡ്സിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ. ഈ സെക്ഷനിൽ കുറേ ബേഡ്സിനെ അവർ കൂട്ടിലിട്ടിട്ടുണ്ട്, കുറേ എണ്ണത്തിന് ഫ്രീ ബേഡ്സ് ആക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്രീ ബേഡ്സ് ആക്കി വിട്ടിരിക്കുന്നതിനൊക്കെ അനിയൻ ജസ്റ്റ് ഫീഡ് ചെയ്തിട്ട് ഐറ്റങ്ങളെ പിടിക്കാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഐറ്റങ്ങളൊന്നും അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചിരുന്നത് ഇതാണ് നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ, ഇതോടുകൂടി കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഞാനൊരു ചായയൊക്കെ കുടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അതായിരുന്നില്ല കേട്ടോ ലാസ്റ്റ് സെക്ഷൻ. പിന്നെ നമ്മൾ പോയത് ഒരു കേവിലേക്കാണ് കേട്ടോ. കേവിൽ ബുദ്ധയും ശിവനും ഒക്കെ ഉള്ളൊരു രൂപങ്ങളും അങ്ങനെയൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായി. അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ വരുന്നത്. ഇത് സൺ ഫൗണ്ടൈൻ എന്നാണ് കേട്ടോ അവരിങ്ങനെ പറയുന്നത്. ഇവിടെ എത്തുമ്പോഴേക്കും സൂര്യാസ്തമയാവും. അതാണ് അങ്ങനെ സൺ ഫൗണ്ടൈൻ എന്ന് പേരിട്ടേക്കണമെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ എൻട്രൻസിലേക്കാണ് കൊണ്ടുപോയത്. എവിടേക്കാണോ നമ്മൾ ഫസ്റ്റ് വന്നത് അവിടെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബസ്സിന്. പിന്നെ അവിടെ DJയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നൈറ്റ് DJ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും അടിച്ച് പൊളിച്ച് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. നമ്മളപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡിന് ഇന്ന് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് കൊത്തു പൊറോട്ടയാണ്. ഞാൻ കഴിച്ചത് പുട്ടാണ് കേട്ടോ. പുട്ടും ചിക്കൻ റോസ്റ്റും പപ്പടമൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.